ജോയിന്റ് അടിച്ചു. ജോയിന്റ് അടി. ഇങ്ങനെയൊന്നും നല്ല കമന്റ് ജന്മത്തിൽ വായിച്ചിട്ടില്ല മോനെ. കൈറിയിലും നന്ദി പറഞ്ഞ് കൊല്ലുക. ഫോർ യുവർ നൈസ് സർവീസ്. തുടർന്ന് സെമിത്തേരിയിലെ ശുശ്രൂഷ ആരംഭിക്കുന്നു. ഷിബു ബേബി പ്രാർത്ഥന. കർത്താവേ, കണ്ണുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവമേ, പ്രിയ പിതാവിന്റെ സംസ്കൃത ബന്ധത്തിൽ ഞങ്ങൾക്ക് സെമിത്തേരിയിൽ കടന്നു വരാൻ ഇടയാക്കിയതിനായി സ്തോത്രം. കാര്യത്തിലുള്ള ശുശ്രൂഷ കർത്താവ് നിർവഹിച്ചതിനായി സ്തുതിക്കുന്ന, കർത്താവിത്തോളം സ്തുതിക്കുന്ന കർത്താവെ, ദുഃഖത്തിലായിരിക്കുന്ന കുടുംബങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആ പ്രിയ പിതാവിനെ സ്വർഗീയ തുറമുഖത്ത് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയാൽ ഞങ്ങളുടെ മക്കളെ നിറച്ചുകൊള്ളുമാറാകണമേ കർത്താവെ. സെമിത്തേരി ശുശ്രൂഷ അനുഗ്രഹമായി തീരാൻ സഹായിക്കണം. കാലാവസ്ഥത്തോളം അനുകൂലമാക്കിയതിനായി സ്തോത്രം ചെയ്യുന്നു. ശുശ്രൂഷിപ്പാൻ ഞങ്ങളുടെ ദാസന്മാരെ ബലപ്പെടുത്തണം. അവിടുന്ന് പ്രാർത്ഥനയായി സ്തോത്രം. യേശുവിൻ നാം തന്നെ. ആമേൻ. സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ബന്ധപ്പെട്ടോടിടുന്നു. എൻ സ്വദേശം കാൺമതിനും ബന്ധപ്പെട്ടോടിടുന്നു. ആകെയൽപ്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാനാകെയൽപ്പ നേരം മാത്രം എന്റെ യാത്ര തീരുവാൻ. യേശുവേ, നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ, നിനക്കു സ്തോത്രം. വേഗം നിന്നെ കാണും ഞാൻ. തുടർന്ന് ശുശ്രൂഷയിലെ സെമിത്തേരിയിലെ ശുശ്രൂഷയും ബഹുമാനപ്പെട്ട ശമോത്സാഹം നിർവഹിക്കേണ്ടതുമായിട്ട് നിങ്ങൾക്ക് കൈമാറുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിൽ വെള്ളം ഇരച്ചു കലങ്ങിയാലും, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. ഒരു നദിയുണ്ട്, അതിന്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ തന്നെ സന്തോഷിപ്പിക്കുന്നു. ദൈവം അതിന്റെ മധ്യയുണ്ട്, അത് കുലുങ്ങിപ്പോകയില്ല. ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും. ജാതികൾ കുട്ടിച്ചു, രാജ്യങ്ങൾ കുലുങ്ങി. അവന്റെ ശബ്ദം കേൾപ്പിച്ചു, ഭൂമി ഉരുകിപ്പോയി. സൈന്യങ്ങളുടെ യഹോവ നമ്മോടുകൂടെയുണ്ട്. യാക്കോബിന്റെ ദൈവം നമ്മുടെ ദുർഗമാവുന്നു. കർത്താവിൽ പ്രിയരെ, നമ്മെ വിട്ട് വാങ്ങിപ്പോയ ഈ പ്രിയ കുടിയച്ചായന്റെ ഭൗതിക ശരീരം ഇവിടെ നാം സംസ്കരിക്കാൻ വേണ്ടി കൂടി വന്നു. കഴിഞ്ഞ 88 വർഷം ഈ നാട്ടിൽ ജീവിച്ചു കുടുംബമായി പാർത്തു ഇവിടെയുള്ള അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കൂട്ടായ്മയിൽ ദൈവത്തെ സേവിച്ചു വന്ന വാത്സല്യ ഈ പിതാവിനെ
വാർദ്ധക്യസഹജമായ അസുഖം നിമിത്തം കിടക്കയിലായിരുന്നു. ബുധനാഴ്ച നിത്യമായ വിശ്രമത്തിലേക്ക് ദൈവം കൈക്കൊണ്ടിരിക്കുന്നു. സംസ്കാര ശുശ്രൂഷകളുടെ ആദ്യ ഭാഗം പള്ളിയിൽ വെച്ച് പൂർത്തിയാക്കിയ ശേഷം ഇവിടെ ശരീരം സംസ്കരിക്കുവാനായി നാം വന്നിരിക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ ഉയർത്തുവരാൻ വേണ്ടി പ്രത്യാശയോടെ വിശ്വാസത്തോടെ ഈ ശരീരം ഇവിടെ നാം സംസ്കരിക്കാൻ പോകുന്നു. നമ്മുടെ ഹൃദയങ്ങൾ ദൈവത്തിന്റെ വചനത്തിന്റെ വിശ്വാസത്താലും പരിശുദ്ധാത്മാവിന്റെ ആശ്വാസത്താലും ധൈര്യപ്പെട്ട് യേശുക്രിസ്തു വരുവാനുള്ള ദിവസത്തെ നോക്കി പ്രതീക്ഷയോടെ ഈ ശുശ്രൂഷകളിൽ നമുക്ക് സംബന്ധിക്കാം. ദൈവത്തിന്റെ അനുഗ്രഹവും നിറവും നിങ്ങളുടെ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കുന്നതാകട്ടെ. ഒരു നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന് നിത്യഘനം ഞങ്ങൾ കേട്ടുവാൻ തീരുവാൻ. കാണുന്നതിനെ അല്ല, കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തെ കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. സകല ജഡവും പുല്ല് പോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയും ആകുന്നു. പുല്ല് വാടി പൂ ഉതിർന്നു പോയി, കർത്താവിന്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരിക്കും. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യ ജീവൻ. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണിയത്രേ വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ ശരീരവും ഓരോരുത്തരുടെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമ ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും തമ്മിൽ തേജസ്സുകൊണ്ട് ഭേദം ഉണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനം അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹമായി എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്ര ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തു നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സഹോദരന്മാരെ, മാംസരക്തങ്ങൾക്ക് രാജ്യത്തെ അവകാശമാക്കാൻ കഴിയുകയില്ല. ദ്രവത്തെ അവകാശമാക്കുകയുമില്ല എന്ന് ഞാൻ പറയുന്നു. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാരണത്തിങ്കൽ പെട്ടെന്ന് എണ്ണിമയക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ രക്ഷകരായവർക്കെയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള ദ്രവത്തെയും ഈ മധ്യമായ ദമത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള ദ്രവത്തെയും ഈ മധ്യമായ ദമത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന വചനം നിർത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ളവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവ് യേശുക്രിസ്തു മാത്രം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളെ ഭയന്ന കർത്താവിൽ വ്യക്തമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ പേരിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുമേ. അത് ഭൂമിയിലെ സാധാരണ ഒരു നിയമമായി ദൈവം. ദൈവത്തിന്റെ സൃഷ്ടിപ്പിലെ ഏറ്റവും മഹത്വമുള്ളത് മനുഷ്യനാണ്. മനുഷ്യന്റെ ശരീരവും മനുഷ്യന്റെ പ്രാണൻ ദൈവത്തിന്റെ അടുക്കിലേക്ക് പോയിക്കഴിഞ്ഞു.
വിത്തായിട്ട് ഈ വചനപ്രകാരം ഇവിടെ സംസ്കരിക്കുകയും ഈ വിത്തിൽ നിന്ന് മറ്റൊരു ചെടി സാധാരണ വിത്തിൽ മുളച്ചു വരുന്നത് ഈ കണ്ണദാസൻ പോയി പാർക്കാനുള്ള രാജ്യത്തിൽ ചേരുന്ന ഒരു ശരീരത്തോടുകൂടെ യേശുക്രിസ്തുവിന്റെ ദിവസം ഇവിടെ ഉയർത്തി വരാനായിട്ട് നാം ഇവിടെ സംസ്കരിക്കും. അത് സംഭവിക്കുന്ന നിശ്ചയം നമ്മുടെ കർത്താവായ യേശു അവിടുത്തെ കാഹളം കുടിക്കുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തുന്നത്, ജീവനോടെ ശേഷിക്കുന്ന ക്രിസ്തുവിൽ ജീവിക്കുന്നവർ രൂപാന്തരപ്പെടും. നാം ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കും. അങ്ങനെ നാം എപ്പോഴും ആപത്തിയോടുകൂടെയിരിക്കും. ഈ ഫലദാസൻ നിത്യമായ വിസ്തരണത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ശരീരവും യേശുക്രിസ്തുവിന്റെ ദിവസം ഉയർത്തു വരാൻ വേണ്ടി ഇവിടെ ഇപ്പോൾ നാം സംസ്കരിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവിടുത്തെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഈ ശരീരം ആരെങ്കിലും ഇനി കാണാനുണ്ടോ? ആരും കാണാനില്ല എങ്കിൽ മുഖം മൂടി ആശ്വാസമേ രക്ഷകൻ സന്നിധൗ ആനന്ദ കൂട്ടരെ കാണുന്നല്ലോ സ്നേഹ മേരീടുമൻ രക്ഷകൻ സന്നിധൗ ആനന്ദ കൂട്ടരെ കാണും നല്ലോ ആമോദത്താൽ തിങ്ങിയ ആശ്ചര്യമോ ദവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു ആമോദത്താൽ തിങ്ങിയ ആശ്ചര്യമോ ദവർ ചുറ്റും നിന്നു സ്തുതി ചെയ്തിടുന്നു തങ്ക തിരുമുഖം കാൺമാൻ കൊതിച്ചവറുല്ലാസമോടിതാം നോക്കിടുന്നു തങ്ക തിരുമുഖം കാൺമാൻ കൊതിച്ചവറുല്ലാസമോടിതാം നോക്കിടുന്നു തന്മക്കളിൽ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ തന്മക്കളിൽ കണ്ണുനീരെല്ലാം താതൻ താൻ എന്നേക്കുമായി തുടച്ചിതല്ലോ പൊൻവീണകൾ ധരിച്ച മോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യുന്നവ പൊൻവീണകൾ ധരിച്ച മോദപൂർണരായി കർത്താവിനെ സ്തുതി ചെയ്യും നവരാശ്വാസമേ എനിക്കേറെ തിങ്ങിടുന്നു വിശ്വാസക്കണ്ണാഞ്ഞ നോക്കിയിടുന്നു ആശ്വാസമേ
ഞാൻ സ്വർഗത്തിൽ ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതേവർ തങ്ങളുടെ പ്രയത്നങ്ങൾ വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നുവെന്ന് ആത്മാവ് പറയുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടത് നിദ്രകൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ച് നിൽക്കുകയും ചെയ്തു നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു ക്രിസ്തു മുഖാന്തരം അവരോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷം വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകിയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ മരണത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവീൻ. അപ്പോൾ വലിയ പുരുഷാരത്തിന്റെ ഘോഷം പോലെയും പെരുവെള്ളത്തിന്റെ അലച്ചിൽ പോലെയും തകർത്ത അടിമുഴക്കം പോലെയും ഞാൻ കേട്ടത്, ഹല്ലേലൂയ, സർവശക്തിയുള്ള നമ്മുടെ ദൈവമായ കർത്താവ് രാജ്യത്തുമേറ്റിരിക്കുന്നു. ഞാൻ സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷവസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനമെന്നും എന്നോട് പറഞ്ഞു. നിലത്ത് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികെ ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികെ ചേരും. മണ്ണായും പൂഴിക്ക് പൂഴിയായും നീ മൃതദേഹം ഭൂമിക്ക് ഏൽപ്പിക്കുന്നു. നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിർണ്ണയ്ക്കുമായും ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നീ അവസാനം വരുമ്പോഴും പൊയ്ക്കൊള്ളുക. നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ഇടിക്കുള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ദേവദാസൻ കൊടിയച്ചായ നാട്ടിൽ അറിയപ്പെട്ടിരുന്നു. ബുധനാഴ്ച ദിവസം വിശ്രാമത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ന് ഈ അവസരം ഈ ഭൗതിക ശരീരം വീണ്ടും സംസ്കരിക്കുന്നു. നിത്യതയിൽ യേശുക്രിസ്തുവിനോട് ഉടമത്തിക്കേണ്ടതിന് അവിടുത്തെ കാഹള ശബ്ദത്തെങ്കിൽ ഉയർത്തു വരുവാനും തന്റെ ഓഹരിക്കായി തിരികെ വരുവാനുമായി ഇവിടെ സംസ്കരിക്കുന്നു. നിന്റെ കർത്താവിന്റെ രക്ഷിതാവുമായവൻ ആകാശമേഘത്തിൽ വെളിപ്പെടുമ്പോൾ നീയും ഇവിടെ നിന്ന് ഉയർത്ത് നിന്റെ കർത്താവും രക്ഷിതാവുമായവനെ എതിരേറ്റുകൊള്ളുക. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാ പാർത്തലിരക്ഷപ്പെട്ടോരക്കേര് കൂടിയാകാശ വിളിക്കും നേരം കാണുമൽ പേരും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന സ്വർഗ്ഗപിതാവേ, ഞങ്ങളെല്ലാവരുമായി സുമിത്തേരി ഞങ്ങളുടെ പ്രിയ പിതാവിന്റെ സംസ്കാരത്തോളം ബന്ധത്തിൽ കടന്നു വരുവാൻ കർത്താവിടയാക്കി. നല്ലൊരു ആയുസ് പ്രിയ പിതാവിന് നൽകി. ദൈവം നല്ല കുടുംബജീവിതം നൽകി. മക്കളെയും കുടുംബങ്ങളെയും കൊച്ചുമക്കളെയും കണ്ട് അവരുടെ ആത്മീയ നിലവാരം കണ്ട് ദൈവർക്ക് ഭൂമിയിൽ നൽകിയ നന്മകളൊക്കെ കണ്ട് സന്തോഷിച്ച് അവരാലുള്ള ശുശ്രൂഷകളെല്ലാം ഏറ്റുവാങ്ങി ബുധനാഴ്ച രാവിലെ 9 മണിയോടുകൂടെ ഞങ്ങളെ വിട്ട് അങ്ങനെ അടുക്കിലേക്ക് തന്റെ ആത്മാവ് കടന്നു വരുവാനിടയായിരുന്നു. രക്ഷിക്കപ്പെട്ട നാൾ മുതൽ കർത്താവിനെ വരുന്നതിനെ നോക്കി പാർത്ത പ്രിയ പിതാവിന്റെ ആത്മാവിനെ കൈക്കൊള്ളുവാൻ ദൈവത്തിന് മനസ്സായതിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. ഈ ഭൗതികശീലം ഉചിതമായ നിലയിൽ സംസ്കരിക്കേണ്ടത് ആവശ്യമാകയാൽ അനേക ദൈവദാസന്മാരുടെ സ്ഥാനത്തിൽ
അത് ഈ കുടുംബത്തോട് ബന്ധപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ കൂട്ടുവിശ്വാസികളുടെ ബന്ധത്തിൽ നമ്മുടെ വിലപ്പെട്ട ദാസന്റെ മകനീയമായ ശുശ്രൂഷയിൽ വളരെ അനുഗ്രഹമായ ശുശ്രൂഷകൾ നടന്നു വരുവാൻ കർത്താവിടയാക്കിയത് ഓർത്ത് അന്വേഷിച്ചിരിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ പിതാവ് കാട്ടിയ നല്ല മാതൃക പിന്തുടരുവാൻ കർത്താവിടയാക്കണമേ. ഞങ്ങളുടെ ജീവിതവും വളരെ പരിമിതമെന്ന് ഞങ്ങൾ അറിയുന്നു. മനുഷ്യന്റെ ആയുസ് 70, ഏറെയാൽ 80. അത് ഏറെ പ്രയാസവും കഷ്ടതയുമുള്ളത് എന്ന് ഞങ്ങൾ അറിയുന്നു. അത് വേഗം തീരും എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആകയാൽ ഞങ്ങൾക്ക് ആർക്കും ഈ ലോകം ശാശ്വതമല്ല. ഞങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. ആമേൻ. ഞങ്ങളിവിടെ പരദേശികളാണ് എന്ന് മനസ്സിലാക്കി ഓരോ സാഹചര്യങ്ങളിലും പരമാർത്ഥമായി ദൈവത്തെ സേവിച്ചു മുന്നേറുവാനിടയാക്കണമേ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിലനിന്ന ഈ പ്രിയപ്പെട്ടവൻ കാട്ടിയ നല്ല മാതൃക പിന്തുടരുവാൻ ഏവരെ ഒരുക്കുമാറാകണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ട് ദൈവമക്കളായി തീരുവാൻ കഴിയാതെ, നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടില്ലാതെ, യേശുവുമായി ബന്ധമില്ലാതെ ആരെങ്കിലും ഇവിടെ ആയിരിക്കുന്നെങ്കിൽ ജീവിതത്തിന്റെ പരിമിതി അവര് മനസ്സിലാക്കി വരുന്ന ആളുകൾ കർത്താവിനോട് ചേർന്ന് നിന്ന് ഈ നല്ല പ്രത്യാശ കുടുംബങ്ങളായി തീരുവാൻ കർത്താവിടയാക്കണമെന്ന് പ്രാർത്ഥിക്കും. ഇവിടെയുള്ള ദൈവദാസനെ കുടുംബത്തെ ദൈവജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കും. സഭയുള്ള ബന്ധത്തിൽ ഒരു അതേ അംഗത്തിന്റെ കുറവ് ഒരു നഷ്ടമായിരിക്കുമ്പോൾ ആ വിടവ് കർത്താവ് നികത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദുഃഖത്തിലായിരിക്കുന്ന ദൈവം ആശ്വസിപ്പിക്കണം. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ആശീർവദിച്ചതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കൃപയിൽ പൊതിയണമേ. കാലാവസ്ഥയൊക്കെ വളരെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർത്തല്ലോ. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് തന്നെ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ഈ പ്രിയ പിതാവും കർത്താവിനെ എതിരേൽപ്പാൻ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു നാളുണ്ട് എന്ന പ്രത്യാശയോടുകൂടെ ഈ സെമിത്തേരിയിൽ ഞങ്ങൾ വാങ്ങിപ്പോകുന്ന കർത്താവ് ഞങ്ങളെ ജീവിതകാലത്ത് കർത്താവിനെ വരവെങ്കിൽ വചനപ്രകാരം രൂപാന്തരം പ്രാപിച്ചു ഒന്നിച്ച് അങ്ങനെ അടുക്കിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ ഒരുക്കുമാറാകണം. പൊതിഞ്ഞാട്ട് ദുഃഖത്തിൽ ആയിരിക്കുന്ന പ്രിയമാതാവിനെ, മക്കളെ, കുടുംബങ്ങളെ, കൊച്ചുമക്കളെയും കുടുംബത്തോട് ബന്ധപ്പെട്ട എല്ലാവരെയും സർവകൃപാലുവായ അവൻ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ ആശ്വാസത്താൽ അവരെ ആശ്വസിപ്പിച്ചാട്ട് ഈ മരുഭൂയാത്ര പ്രത്യാശ നയിപ്പാൻ എല്ലാവരെയും ഇടയാക്കിയാട്ട് വരവിനായി ഒരുങ്ങുവാൻ എല്ലാവരെയും ഒരുക്കിയാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദൈവത്തെ കേൾക്കുമാറാകണമേ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ എല്ലാ ആശ്വാസങ്ങളും നാം എല്ലാവരോടുകൂടെയും പ്രത്യേകിച്ച് ദുഃഖത്തിലിരിക്കുന്ന കുടുംബത്തോടുകൂടെയും യേശു ക്രിസ്തു ദിവസം വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ശുശ്രൂഷകൾ അവസാനിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സെമിത്തേരിയിലെ ശുശ്രൂഷ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ ശുശ്രൂഷ നിർവഹിച്ച ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്റ്റിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ ശുശ്രൂഷിച്ച എല്ലാ ദൈവദാസന്മാരോടും എല്ലാ സഭാജനങ്ങളോടും പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. ഇതിന് അടുത്ത് തന്നെ നിങ്ങൾക്ക് സ്നാക്സ് ഡ്രിങ്ക്സും ഒരുക്കിയിട്ടുണ്ട്. ശേഷം ഭവന